നമ്മുടെ ഹീറോയിൻ ഷൗമിയെ കാണിക്കുന്നത്. അങ്ങനെ അവളാണ് ഇപ്പൊ പുതിയതായിട്ട് സ്കൂളിൽ ചേരാൻ പോവാ. പക്ഷെ ആ സ്കൂളിന്റെ റൂൾസ് പെണ്ണുങ്ങൾ ആരും തന്നെ മുടി അധികം വളർത്തിക്കൂടാ. അതുകൊണ്ട് അവളുടെ അച്ഛന് കടയിൽ വിളിച്ചോണ്ട് വന്നിട്ട് ഈ ഷോൾഡറിന്റെ മുകളിൽ വരെ മാത്രമേ മുടി നിൽക്കാവെന്ന് ആ കടക്കാരനോട് പറയും. അതോടെ അവള് മൊത്തത്തിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ ഉണക്ക സ്കൂൾ റൂൾസ് കാരണം ഇവളുടെ മുടി മൊത്തത്തിൽ പോയെന്ന് പറഞ്ഞ് അവസാനം ഇവിടെ കരഞ്ഞോണ്ടിരിക്കും. പക്ഷെ അവളുടെ അച്ഛനാണ് കുറച്ചും കൂടെ മുടി വെട്ടായിരുന്നു പറഞ്ഞ് ആ കടക്കാരനായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഇത് കേട്ട് അവള് മൊത്തത്തിൽ തകർന്നു പോയി. ഇനി വേണേ മൊട്ടയടിച്ചു വെച്ചാന്ന് പറഞ്ഞ് അവൾ അവിടെ ദേഷ്യത്തിൽ നടന്നു പോകും. അപ്പോഴായിരിക്കും ഒരു വഴിപോക്കനായിട്ട് വന്ന കള്ളൻ വായി നോക്കി നിൽക്കുന്ന ഒരു ലേഡിയെ കണ്ട് നൈസിന് പൈസ അടിച്ചോണ്ടങ്ങ് പോകും. അങ്ങനെ ഇത് കാണുന്ന അവൾ ഓടിച്ചെന്ന് മറ്റുള്ളവരുടെ പൈസ എടുക്കാൻ നീ ആരാടാ നാറിന്ന് പറഞ്ഞ് അവനെ സ്ലിപ്പ് ചെയ്ത് വീഴാൻ വെക്കുമ്പോഴാണ് ഇതൊക്കെ അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു പയ്യനെ കണ്ടങ്ങ് ചിരിക്കും. ഇവനാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോ. ഇവന്റെ പേര് റുവോക്ഷി. അങ്ങനെ അവസാന ലേഡിയും അത് എന്റെ ബർസാന്ന് പറഞ്ഞ് അവർക്ക് ഇപ്പോഴായിരിക്കും ബോധം വരുന്നത്. അങ്ങനെ നാട്ടുകാരെല്ലാരും കൂടെ ആ കള്ളനെ വെറുതെ ഇട്ടിട്ട് കള്ളനെ പിടിച്ചെന്ന് ഇവളെ പൊക്കി പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ ആ സമയം കൊണ്ട് ആ കള്ളനങ്ങ് പോകും. ഇതേ സമയം അവിടേക്ക് വരുന്ന ഇവളുടെ അച്ഛനാണ് മറ്റുള്ള ഇങ്ങനെയൊക്കെ പൊക്കി പറഞ്ഞാലും ഇതൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയും. അതോടെ അവളും ദേഷ്യത്തെ അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളെ കണ്ട് അവന് ഷേക്കൻഡ് കൊടുക്കാനൊക്കെ വരും. പക്ഷെ അവളാണ് ഇവനെ കാണത്തില്ല. അങ്ങനെ അവളിപ്പോ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളെ കണ്ടിട്ട് അമ്മയും ഇപ്പഴേ എന്റെ മോളെ കാണാൻ കുറച്ച് സൗന്ദര്യം ഉള്ളതെന്ന് പറഞ്ഞ് അവളെ നോക്കി ചിരിക്കും. ഇതോടെ അവളാണ് ദേഷ്യത്തി നിങ്ങൾ രണ്ടൊരു സ്കൂൾ റൂൾസ് കാരണം എന്റെ മുടി വെട്ടിപ്പിച്ചെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് അങ്ങ് പോകും. അവളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാന്നേ ഉള്ളു. അതുകൊണ്ട് അമ്മ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവൾക്ക് ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ എന്ന സ്ഥാനത്ത് അമ്മ നിനക്ക് ശരിയാക്കി തരാന്ന് പറഞ്ഞ് അവളുടെ മുടി സ്റ്റൈൽ ചെയ്യാനൊക്കെ നോക്കും. പക്ഷെ അവസാനം ഉള്ളതേക്കാളും മോശമായിട്ടായിരിക്കും അവരവൾക്ക് പണിഞ്ഞിരുന്നത്. ഇതോടെ അവളാണ് പേടിച്ചുപോയി. എന്റെ അമ്മ നിങ്ങൾ എന്തോ കാണിച്ചെന്ന് പറഞ്ഞ് അവളാണ് മൊത്തം തകർന്നു പോകും. അപ്പനാണ് അമ്മയും എന്തായാലും റൂൾസ് അനുസരിച്ച് എല്ലാരും ഇതേപോലെ ആയിരിക്കും മുടി വെട്ടിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞ് അവളെ വീണ്ടും ഒന്നും കൂടെ ആശ്വാസപ്പെടുത്തും. അതോടെ അവളും കട്ട ദേഷ്യത്തി എന്റെ തലമുടി അലമ്പാക്കിട്ട് വെറുതെ ഡയലോഗ് അടിക്കുന്നതെന്ന് അവൾ അവിടെ നിലവിളിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവരുടെ സ്കൂളിന്റെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ടായി. അങ്ങനെ പിള്ളേരെല്ലാരും കൂടെ റൂൾസ് ഒന്ന് ഫോളോ ചെയ്ത്